നമ്മൾ കരയുമ്പോൾ മൂക്കിലൂടെ വരുന്ന വെള്ളം ഒരു മൂക്കൊലിപ്പല്ല, അത് കണ്ണീർ തന്നെയാണ്. നമ്മുടെ കണ്ണിൻ്റെ മേലെ പിരികത്തിന് താഴെയായി ലാക്രിമൽ ഗ്ലാൻസ് എന്ന ഗ്രന്ഥികളിൽ നിന്നാണ് കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. നമ്മൾ ദുഃഖിതരാകുമ്പോൾ തലച്ചോറിൽ നിന്നുള്ള നിർദ്ദേശം ലഭിച്ച് ഈ ലാക്രിമൽ ഗ്ലാൻസ് എന്ന ഗ്രന്ഥികൾ കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്നു. നമ്മുടെ കണ്ണിൻ്റെ കോണിൽ പങ്ക്റ്റ എന്നൊരു ദ്വാരമുണ്ട്. ഈ വഴിയിലൂടെ നേരെ കണ്ണുനീർ മൂക്കിലേക്ക് പോകുന്നു. അതാണ് നമ്മൾ കരയുമ്പോൾ മൂക്കിൽ നിന്നും വെള്ളം വരുന്നത്. കരയുമ്പോൾ കരയലിൻ്റെ എക്സ്പ്രഷൻ ഉണ്ടാകാനും ചില കാരണങ്ങളുണ്ട്. കരയുമ്പോൾ മുഖത്തിലെ മസിലുകൾ പ്രവർത്തിക്കുന്നത് കാരണം കണ്ണുകൾ ചുരുങ്ങുന്നു, മൂക്കുകൾ വലിയും, ചുണ്ടുകൾ വലിഞ്ഞു വരും. ഇതാണ് കരയലിൻ്റെ എക്സ്പ്രഷൻ. നമ്മുടെ കണ്ണിൽ 3 തരം വ്യത്യസ്ത കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് എന്നാണ്. ഒന്ന്, കണ്ണിൽ ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്ന ബേസൽ ടിയേഴ്സ്. രണ്ടാമത്, സംരക്ഷണം നൽകുന്ന റിഫ്ലക്ട് ടിയേഴ്സ്, അതായത് പുക, പൊടി, അതേപോലെ ഉള്ളിലെ സൾഫർ പോലുള്ള രാസവസ്തു വായുവിലൂടെ കലരുമ്പോൾ കണ്ണ് പുറപ്പെടുപ്പിക്കുന്ന കണ്ണുനീർ. മൂന്നാമത്, വികാരങ്ങൾ കൊണ്ടുള്ള കണ്ണുനീർ, അതായത് ഇമോഷണൽ ടിയേഴ്സ്. നമ്മൾ സന്തോഷിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സങ്കടത്തോടെ കരയുമ്പോൾ പേടിയിലൂടെ ഉണ്ടാകുന്ന കണ്ണുനീർ. നമ്മൾ കരഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂൾനെസ്, ഒരു സമാധാനം ലഭിക്കാൻ ഒരു കാരണമുണ്ട്. ഇമോഷണൽ കണ്ണീർ പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ശരീരത്തിലെ സ്ട്രെസ് രാസഘടകങ്ങൾ അതിലൂടെ പുറത്തേക്ക് പോകുന്നുണ്ടെന്നാണ്. സുബ്ഹാനല്ലാഹ്, എന്തൊക്കെയാണ് ഈ കൊച്ചു ശരീരത്തിൽ നടക്കുന്നത്.